CPI സംസ്ഥാന സമ്മേളനം ദീപശിഖയുടെ പ്രയാണം നാളെ ആരംഭിക്കും. ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ BJP JDU തർക്കം. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനൈകം ഓൺലൈൻ മോജോ ന്യൂസിലേക്ക് സ്വാഗതം. CPI സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആലപ്പുഴയിൽ പ്രതിനിധി സമ്മേളന നഗറിൽ സ്ഥാപിക്കുന്ന ദീപശിഖയുടെ പ്രയാണം നാളെ വയലാർ രക്തസാക്ഷി മണ്ഡപത്തിൽ നിന്ന് ആരംഭിക്കും. വൈകിട്ട് 6-ന് വലിയ ചുടുകാട്ടിലെത്തിക്കുന്ന ദീപശിഖ 10-ന് രാവിലെ 9-ന് 100 വനിതാ അത്ലറ്റുകളുടെ അകമ്പടിയോടെ പ്രതിനിധി സമ്മേളനം നടക്കുന്ന കളർകോട് SK കൺവെൻഷൻ സെന്ററിൽ എത്തിക്കും. 10, 11, 12 തീയതികളിലാണ് പ്രതിനിധി സമ്മേളനം. നാളെ ഉച്ചയ്ക്ക് 2-ന് വയലാറിൽ ദീപശിഖ പ്രയാണത്തിന്റെ ഉദ്ഘാടനം സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി E. ചന്ദ്രശേഖരൻ MLA നിർവഹിക്കും. ബീഹാറിൽ സീറ്റ് വിഭജന ചർച്ചയ്ക്കിടെ BJP JDU തർക്കം. നിതീഷ് കുമാർ ഏകപക്ഷീയമായി ആദ്യ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിച്ചു. നിതീഷിന്റെ പ്രഖ്യാപനം BJP തള്ളിയതോടെയാണ് തർക്കം ഉടലെടുത്തത്. മുൻ മന്ത്രി സന്തോഷ് കുമാർ നിരാലയെയാണ് പട്ടികജാതി സംവരണ മണ്ഡലമായ രാജ്പൂരിൽ JDU ഏകപക്ഷീയമായി പ്രഖ്യാപിച്ചത്. മന്ത്രിമാർക്കും ജനപ്രതിനിധികൾക്കുമെതിരെ അധിക്ഷേപ പരാമർശവുമായി EK വിഭാഗം സമസ്ത നേതാവ് ഡോക്ടർ ബഹാവുദ്ദീൻ നവ്ദി. പല മന്ത്രിമാർക്കും MP-മാർക്കും MLA മാർക്കും ഭാര്യയ്ക്കും പുറമെ ഇൻചാർജ് ഭാര്യമാരുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. ഇത്തരക്കാരാണ് ബഹുഭാരിത്വം എതിർക്കുന്നതെന്നും ബഹാവുദ്ദീൻ നവ്ദി കൂട്ടിച്ചേർത്തു. വൈഫ് ഇൻചാർജ് പേര് പുറത്തു പറയില്ലെന്ന് മാത്രം. ഓണക്കാലത്ത് 12 ദിവസം കൊണ്ട് മലയാളി കുടിച്ചത് 920.74 കോടി രൂപയുടെ മദ്യം. കഴിഞ്ഞ വർഷം ഓണക്കാലത്തെ 824.07 കോടി രൂപയുടെ വിൽപ്പന മറികടന്നാണ് ഇക്കുറി റെക്കോർഡ്. 9.34% വർധനവാണ് വിൽപ്പനയിലുണ്ടായത്. അത്തം മുതൽ 3-ാം ഓണം വരെയുള്ള ദിവസത്തെ കണക്കാണിത്. തിരുവോണ ദിവസം മദ്യക്കടകൾ പ്രവർത്തിച്ചിരുന്നില്ല. രാജ്യസുരക്ഷയുടെ പേരിൽ സോഷ്യൽ മീഡിയ കൂട്ടത്തോടെ നിരോധിച്ചതോടെ നേപ്പാളിലുണ്ടായ ജൻസി പ്രക്ഷോഭത്തിൽ 14 മരണം. സംഘർഷത്തിൽ 100ഓളം പേർക്ക് പരിക്കേറ്റു. ലക്ഷക്കണക്കിന് യുവാക്കളാണ് പ്രതിഷേധവുമായി തെരുവിലിറങ്ങിയത്. കാഠ്മണ്ഡുവിലടക്കം പ്രധാന നഗരങ്ങളിൽ ജനജീവിതം സ്തംഭിച്ചു. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ 12ാമത്തെ തിരിച്ചറിയൽ രേഖയായി ആധാർ ഉപയോഗിക്കാൻ സുപ്രീം കോടതി ഉത്തരവിട്ടു. ജസ്റ്റിസുമാരായ സൂര്യകാന്ത്, ജോയ് മല്യ ബാഗ്ജി എന്നിവരടങ്ങിയ ബെഞ്ചാണ് ഈ നിർദ്ദേശം നൽകിയത്. ആധാർ ഒരു ഔദ്യോഗിക രേഖയാണെന്ന് കോടതി തിരഞ്ഞെടുപ്പ് കമ്മീഷനെ അറിയിച്ചു. എന്നാൽ ആധാർ പൗരത്വ രേഖയായി പരിഗണിക്കാൻ കഴിയില്ലെന്ന് തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിലപാടെടുത്തു. ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ് സ്വന്തമാക്കിയ വിദ്യാർത്ഥിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. പടന്നക്കാട് കരുവളം കാരക്കുണ്ട് റോഡ് ശ്രീനിലയത്തിലെ ശ്രീഹരിയെയാണ് ഇന്നലെ രാത്രി 8 മണിയോടെ തൂങ്ങിയ നിലയിൽ കണ്ടെത്തിയത്. ഉടൻ തന്നെ കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. പഠനത്തിൽ പിന്നോക്കം നിൽക്കുന്ന വിദ്യാർത്ഥികൾക്ക് പ്രത്യേക പിന്തുണ നൽകുമെന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി V. ശിവൻകുട്ടി. പരീക്ഷയിൽ 30% താഴെ മാർക്ക് നേടിയ കുട്ടികൾക്ക് പ്രത്യേക പഠന സഹായം നൽകണമെന്നും ഇതിനായി സ്കൂളുകൾ ആക്ഷൻ പ്ലാൻ തയ്യാറാക്കണമെന്നും മന്ത്രി ആവശ്യപ്പെട്ടു. പലസ്തീൻ തടവുകാർക്ക് ആവശ്യത്തിന് ഭക്ഷണം നൽകുന്നില്ലെന്ന് രൂക്ഷ വിമർശനവുമായി ഇസ്രായേൽ സുപ്രീം കോടതി. പലസ്തീൻ തടവുകാർക്ക് ഭക്ഷണം ഉൾപ്പെടെയുള്ളവ എത്തിക്കുന്നതിന് ഇസ്രായേൽ സർക്കാർ പരാജയപ്പെട്ടുവെന്നാണ് സുപ്രീം കോടതി ഞായറാഴ്ച വിശദമാക്കിയത്. 2 വർഷത്തെ യുദ്ധത്തിൽ ഇസ്രായേൽ സർക്കാരിന്റെ പെരുമാറ്റത്തിനെതിരെ സുപ്രീം കോടതി നിലപാട് സ്വീകരിക്കുന്നതാണ് ഞായറാഴ്ച കാണാനായത്. കേരള കോൺഗ്രസ് നേതാവ് പ്രിൻസ് ലൂക്കോസ് അന്തരിച്ചു. 53 വയസ്സായിരുന്നു. ഹൃദയാഘാതത്തെ തുടർന്നായിരുന്നു അന്ത്യം. കുടുംബത്തോടൊപ്പം വേളാങ്കണ്ണിയിൽ പോയി മടങ്ങും വഴി ട്രെയിനിൽ വെച്ചാണ് ഹൃദയാഘാതമുണ്ടായത്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റുമാനൂരിലെ UDF സ്ഥാനാർത്ഥിയായിരുന്നു. ജനേകം ഓൺലൈൻ മോജോ ന്യൂസിലൂടെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനേകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനലുകൾ സന്ദർശിക്കുക.